നമസ്കാരം. 2 ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നലെ ഞാനിട്ടൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചേക്കുന്നു. അതായത് നമ്മളുടെ ഫാമിലി പ്രശ്നത്തിൻ്റെ പേരിൽ ക്രിമിനൽ കേസുകൾ ഫയൽ ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായ ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണല്ലോ എൻ്റെ ഭർത്താവായ ഷിബു ജോർജ് എനിക്ക് എതിരെ എന്താ പറയുക ക്രിമിനൽ കേസ് ഫയൽ ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് ഞാൻ കപ്പിൽ വെള്ളം ഒഴിച്ചു അയാളെ കൊല്ലാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്രിമിനൽ കേസ്. അപ്പം ഞാനതൊരു ഹാസ്യപരമായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അടിയിൽ ഒരു എന്താ പറയുക തന്തയ്ക്ക് പറക്കാത്തവെന്ന് തന്നെ വിളിക്കേണ്ട ഒരു തെണ്ടി വന്നിട്ട് കമൻ്റ് ഇട്ട് വെച്ചേക്കുവാണ്. അയാളുടെ വീട് തട്ടിയെടുത്തിട്ട് നീ എന്തോ കൊണ വർത്താനം പറയുന്നു, നിൻ്റെ അമ്മ നരകിച്ച് ചത്തതുപോലെ നീയും നരകിച്ച് ചാവുമെന്ന്. എൻ്റെ പൊന്ന് ഡാഷ് മോനെ, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞോട്ടെ. നീ സമ്മതിച്ചല്ലോ എൻ്റെ അമ്മേനെ നരകിപ്പിച്ചാ കൊന്നേന്നുള്ളത്. അതെ, എൻ്റെ സ്വന്തം ആങ്ങളെയും അവൻ്റെ ഭാര്യയും അവൻ്റെ അമ്മയും കൂടി നരകിപ്പിച്ച് കൊന്നു. അതായത് ഭക്ഷണവും വെള്ളവും മരുന്നും കൊടുക്കാതെ നരകിപ്പിച്ച് കൊന്നു എന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നീ കമൻ്റ് ഇട്ടത് ആരാണെന്ന് എനിക്ക് നന്നായി വ്യക്തമായിട്ടറിയാം. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ വീട് തട്ടിയെടുക്കാന്ന് പറഞ്ഞില്ലേ, നമ്മളെ ഈ വീടും സ്വത്തും ഒക്കെ തട്ടിയെടുത്തിട്ട് ആ പെട്ടിയുടെ ഉള്ളിൽ പോയി കിടക്കൂലേ ഒരു 6 അടി മണ്ണ്. ഇപ്പം 6 അടി മണ്ണൊന്നും ഇല്ല, ഒരു സിമെൻറ്റും കൂടാണ്. ആ കൂടിൻ്റെ ഉള്ളിൽ ഒരു പെട്ടിയുടെ ഉള്ളിൽ കയറിട്ട് കെട്ടി അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് തള്ളുക ചെയ്യണേ. ഈ വീടും സ്ഥലവും കൂടി ഞാൻ പോകുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകുമോ? പിന്നെ ഈ സ്ഥലം തട്ടിയെടുക്കാന്ന് വെച്ചാൽ നീയൊക്കെ എന്ത് വിവരമില്ലായ്മയാടാ പറഞ്ഞുകൊണ്ടിരിക്കണേ. കുറേ അവളുമാർ പറയണ്ടായിരുന്നു, ഞാൻ വിവാഹം കഴിച്ച് വന്ന വീടാണിത്. ഒരുത്തൻ എന്തോ കാട്ടി എൻ്റെ കെട്ടിയോൻ എന്തോ തോന്നിയാസം കാണിച്ചിട്ട് അവൻ്റെ ഇഷ്ടത്തിന് പോയി എന്ന് പറഞ്ഞ് ഞാനിവിടെ വന്ന് അവനെ ഇറക്കിയൊന്നും വിട്ടിട്ടില്ല. മനസ്സിലാവുണ്ടോ? അയാളുടെ ഇഷ്ടത്തിന് പോയി, അയാളുടെ ഇഷ്ടത്തിന് എന്തോ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വീട് അയാളുടെ പേരിലുള്ള വീടല്ല, അയാളുടെ അപ്പൻ്റെ പേരിലുള്ളതാ. അയാളുടെ അനിയന് അവകാശമുണ്ട്, പെങ്ങൾക്ക് അവകാശമുണ്ട്, അമ്മയ്ക്ക് അവകാശമുണ്ട്. അനിയൻ വിവാഹം കഴിച്ച ഭാര്യയെ ഉൾപ്പെടെ ഈ ചേട്ടൻ്റെ ഭാര്യയായ എനിക്ക് ഉൾപ്പെടെ അവകാശമുള്ള. അത് ഞാനൊരു കാര്യം ചോദിച്ചിരുന്നു, നീയൊക്കെ ആരാ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടാനായിട്ട്? എനിക്ക് മനസ്സിലാവാത്തൊരു സംഭവമാണ്. പിന്നെ എൻ്റെ അമ്മ നരകിച്ച് ചത്തതുപോലെ നീയും നരകിച്ച് ചാവും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് എല്ലാവരും മരിച്ചു പോകും. അതാദ്യം നീ മനസ്സിലാക്കണം. ഈ നരകിച്ച് എന്തോ നീ നല്ലവനാണോ? നീ ഇപ്പം ഈ പറഞ്ഞ വാക്കിന് നീയും എന്തായിരിക്കും അനുഭവിക്കാൻ പോണത്? ഈ ലോകത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്, എൻ്റെ അമ്മേനെ ഭക്ഷണവും മരുന്നും കൊടുക്കാതെ എൻ്റെ അമ്മേനെ ശാരീരികമായി ഉപദ്രവിച്ച അവൻ്റെ ഭാര്യ. അതിൻ്റെ വോയിസ് റെക്കോർഡ് സഹിതം എൻ്റെ കയ്യിലല്ല, എൻ്റെ അമ്മ വിശ്വസിക്കുന്ന പള്ളിയിൽ, മുരിയാട് പള്ളിയിൽ അതെല്ലാം സഹിതം കൊടുത്തിട്ടുണ്ട്. അവൻ്റെ ഭാര്യ ഉപദ്രവിച്ചതും അവൻ്റെ അമ്മായിമ്മ പറഞ്ഞതും ഒക്കെ അവൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പേപ്പറിൽ അവൻ പറയുന്ന മുദ്രപത്രത്തിൽ ഞാനും എൻ്റെ അങ്കിളും അമ്മയുടെ ചേച്ചിയും എല്ലാം ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ അവിടെ കിടന്ന് എൻ്റെ അമ്മ ചത്തോട്ടെ എന്ന് പറയുന്ന വോയിസ് റെക്കോർഡ് വരെയുണ്ട്. എൻ്റെ അമ്മ കുറേ നാളായിട്ട് വിളിക്കും, മോളെ രക്ഷിക്കും. ഞങ്ങൾ ഒരുപാട് പരിശ്രമിച്ചു അവൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ അമ്മേനെ രക്ഷപ്പെടുത്താൻ. പക്ഷെ അവൻ ഒറ്റ ലക്ഷ്യം ഉണ്ടായുള്ള എൻ്റെ അമ്മേനെ കൊല്ലുക എന്നുള്ളത്. അപ്പം ഇതാരാണ് ഈ കമൻറ്റ് ഇട്ടേക്കണേന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനൊരു പോലീസ് കേസിനും പോകുന്നില്ല. പോലീസ് കേസിൽ പോയിട്ട് കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു പോലീസുകാരും ഒരാൾക്കും ഒരു നീതി നടത്തി കൊടുത്തിട്ടില്ല. ഈ പറയണ എനിക്കുൾപ്പെടെ. എന്തിന് മരിച്ചുപോയ എൻ്റെ അമ്മ ജീവന് വേണ്ടി കെഞ്ചിയിട്ട് പോലും എൻ്റെ പേരിൽ ക്രിമിനൽ കേസ് എൻ്റെ ഭർത്താവ് ഫയൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാതെ പോയ പോലീസുകാരാണ്. അതുകൊണ്ട് നിനക്കുള്ള മറുപടി ഞാൻ തന്നെ തരാം. നിൻ്റെ അമ്മേനെ കൊണ്ടുവന്ന സ്ഥലമാണ് ഈ വീടെന്ന് പറയണത്. ഇത് ഞാൻ വിവാഹം കഴിച്ചു വന്ന വീടാണ്. ഞാൻ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ വീട്ടിൽ നിൽക്കുന്നത്. കോടതി പറഞ്ഞിട്ടുണ്ട്, അതും ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് നീയൊക്കെ അറിയാത്ത കാര്യം ഇനി മേലെ എൻ്റെ ഫേസ്ബുക്കിൻ്റെ ഏതെങ്കിലും ഒരു പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ട് നീ കമൻ്റ് എന്തെങ്കിലും ഇനി ഏതെങ്കിലും തോന്നിയാസം ഇട്ടിട്ടുണ്ടെങ്കിൽ നിൻ്റെയൊക്കെ വീട്ടിൽ വന്നിട്ട് ഞാൻ ശരിയാക്കും. ഒരു പോലീസ് കേസ് ഞാൻ കൊടുക്കാനായിട്ട് തയ്യാറല്ല.
തോന്നിവാസം പറയണ? നീയൊക്കെ എന്തറിഞ്ഞേട്ടാ? ഈ ചേർപ്പിൽ കുറേ പേരുണ്ടായിരുന്നു. ഇപ്പൊ ഓരോരുത്തർക്ക് അതൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. ഞാൻ 2.5 വർഷമായിട്ട് ഈ വീട്ടിൽ നിൽക്കുന്നുണ്ടല്ലോ. ആരാണ് ഇറക്കി വിടാനായിട്ട് വന്നവന്മാരെയൊക്കെ എനിക്കറിയാം നന്നായിട്ട്. എൻ്റെ ഹസ്ബൻഡ് നന്നാവാൻ ഇഷ്ടമല്ലാത്ത കുറേ അവന്മാരാ. അല്ലെങ്കിൽ ഒരു 2 കാലും തളർത്തിയിട്ട് ആ മനുഷ്യന് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കാണ്ട് കുടുംബം തകർത്തുകൊണ്ടിരിക്കുന്നവരാണ് അയാളെ ഇപ്പോഴും ഈ ഒരു വേഷം കെട്ടിന് സപ്പോർട്ട് ചെയ്യണത്. എന്നിട്ട് പിന്നെ വന്നിട്ട് തോന്നിയാസം വേണ്ട. നീയൊക്കെ ഒരു നേരം തളർന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ നിന്റെയൊക്കെ മലമൂത്രം കോരാനായിട്ട് ഒരു പട്ടികൾ പോലും തിരിഞ്ഞു നോക്കില്ല. ഇതേപോലെ പോയി അനാഥാലയത്തിൽ വേഷം കെട്ട് കാണിച്ച് കിടക്കേണ്ടി വരും. ഇപ്പൊ ആ കന്യാസ്ത്രീകൾ കൊടുക്കുന്ന സമയമാകുമ്പോൾ കിട്ടുന്ന ഒരു ഇച്ചിരി ചോറ്, അവർ കൊടുക്കുന്ന കഞ്ഞി, ഇതൊക്കെയല്ലേ അയാൾ കഴിച്ചുകൊണ്ടിരിക്കണത്. മര്യാദയ്ക്ക് വീട്ടില് നല്ല ഭക്ഷണം കഴിച്ച് നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യനെ ഓരോന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് ആ മനുഷ്യനെ ഈ കാണിച്ചേക്കണത്. കാരണം കൂടി ഞാൻ പറഞ്ഞു തരാം. അയാളെ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണല്ലോ അയാളുടെ തലക്കടിച്ചെന്ന് അയാൾ തന്നെ പറയുന്നത്. അപ്പൊ അയാൾക്കൊരു വിവാഹ ജീവിതം കിട്ടിക്കഴിഞ്ഞപ്പോ അതെങ്ങനെ തകർക്കാമെന്നാണ് കുറെ പേര് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ അയാൾ ജീവിക്കുന്നത് ഇഷ്ടമല്ല. അല്ലെങ്കിലും മനസ്സിലാക്കിക്കോ, അയാൾ ഒരു വിഡ്ഢിയായിരുന്നോണ്ടല്ലേ ഈ ഒരു പൊട്ടത്തരം കാണിക്കാൻ നിന്നത്. 2 വർഷമായി അയാൾ ആ അനാഥാലയത്തിൽ പോയി കിടന്നിട്ട് എന്താ പറഞ്ഞത്? ഒരു ആഴ്ച കൊണ്ട് എൻ്റെ ഭാര്യനെ പോലീസ് അറസ്റ്റ് ചെയ്യും, ഞാൻ ഒരാഴ്ച കഴിയുമ്പോൾ വീട്ടിലേക്ക് പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, 2.5 വർഷമാവണു. അയാളുടെ ഏതെങ്കിലും ഒരു നല്ലൊരു കൂട്ടുകാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട അയാളുടെ ബന്ധുക്കളുണ്ടല്ലോ, ആ ഇത്രയും ബന്ധുക്കളുള്ള ആള് പോയിട്ട് അനാഥാലയത്തിൽ കിടക്കുക. ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തണ്ട? ഇല്ല. ആർക്കും ആരുടെയും മലമൂത്രം കോരാനോ ആരെയും നോക്കാനോ ഓടിച്ചാടി നടക്കുന്നവരെ ഇഷ്ടമല്ല. അവരെ നോക്കുന്നില്ല. പിന്നെയാണ് കിടപ്പ് രോഗിയൊന്നല്ല അയാള് വീൽ ചെയറിലിരുന്ന് എല്ലാ പരിപാടിക്കും ചെയ്യുന്നുണ്ട്, എല്ലാ പരിപാടിക്കും പോകുന്നുണ്ട്. 2 കാലും ഇങ്ങനെ തളർന്നു മാത്രമേ ഉള്ളൂ. കോടതിയിൽ മാത്രം വരില്ല. എന്നിട്ട് ഇങ്ങനെ ഇരുന്നുള്ള കമന്റ്സുകൾക്ക് കുറെ കൂട്ടുകാരെ കൊണ്ട് ഇടിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാ? നല്ല തൻ്റെയുടെ ഉള്ളൊരു പെണ്ണാണ് ഞാൻ. സങ്കടം വരുമ്പോൾ ഞാൻ കരയാറുണ്ട്, സന്തോഷം വരുമ്പോൾ ഞാൻ ചിരിക്കാറുണ്ട്. ഞാനത് ഒരു മനുഷ്യജീവിയായിരുന്നോണ്ടാ. നീയൊക്കെ കുറെ യൂട്യൂബുകാരെ കൊണ്ട് അതും ഇതൊക്കെ എനിക്കെതിരെ കമന്റ് ഇടിപ്പിച്ചല്ലോ, അല്ലെങ്കിൽ എനിക്കെതിരെ വീഡിയോസ് ചെയ്യിപ്പിച്ചല്ലോ. ഞാൻ ആത്മഹത്യ ചെയ്തോ? ഞാൻ ആത്മഹത്യ ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെ ജീവനോടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നീയൊക്കെ കുറെ ഗുണ്ടകളായിട്ട് ഇവിടെ വന്നൂല, വെട്ടാനും കുത്താനും ഇതൊക്കെ ആയിട്ട്. എന്നിട്ട് തോന്നിവാസ കമന്റുകൾ ഇടണ്. ഈ വീട് തട്ടിയെടുത്തോണ്ട് എന്താ എൻ്റെ തലയിൽ വെച്ചുകൊണ്ട് പോകുമോ ഞാൻ? കൊള്ളാല. നീയൊക്കെ കല്യാണം കഴിച്ച ഭാര്യമാരെ അല്ലെങ്കിൽ നിന്റെയൊക്കെ മക്കളെ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോൾ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് അയ്യോ ആ ചെറുക്കനെ നീ അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ ഇതാക്കി വിട്ടില്ലേ, അവൻ്റെ വീട് തട്ടിയെടുക്കാനാണോ നീ അവിടെ നിൽക്കുന്നത്? അങ്ങനെയാണോ നീയൊക്കെ ചെയ്യുന്നത്? നിന്റെ ഭാര്യയൊക്കെ നിന്റെ കൂടെ നിന്റെ വീട്ടിലല്ലേ? നീയൊക്കെ തോന്നിയാസം കാണിച്ചു പോയാലോ ആ സ്ത്രീ നീ ഭർത്താവിൻ്റെ വീട്ടിലല്ലേ നിൽക്കണം, അല്ലെങ്കിൽ നിന്റെ മക്കൾ അങ്ങനെയല്ലേ നിൽക്കുന്നത്? ധൈര്യമുള്ളവർ ഫൈറ്റ് ചെയ്ത് നിൽക്കും, ധൈര്യമില്ലാത്തവർ ഓടും. പണ്ട് എനിക്കും ഒരു ധൈര്യമൊന്നും ഉണ്ടായില്ല. എൻ്റെ ഫസ്റ്റ് മാരേജിൽ എനിക്ക് ഒട്ടും ധൈര്യം ഉണ്ടായില്ല. ഞാൻ കരഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിലേക്കൊക്കെ പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡിവോഴ്സ് ചെയ്തും പോകുന്നത്. നല്ല തൻ്റെ ഇടത്തോടെ പിടിച്ച് നിൽക്കണ പെണ്ണായിരിക്കണമായിരുന്നു. പക്ഷെ എൻ്റെ ജീവിതം എനിക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു തന്നു. ഞാനിപ്പോൾ നല്ല തൻ്റെ ഇടത്തോടെ അല്ലേ. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം, നിങ്ങളുടെ ഷിബു ജോർജിനോട് പറയേ ഡിവോഴ്സ് പേപ്പർ റെഡിയാക്കാൻ പറയേ, ഞാൻ ഒപ്പിട്ട് കൊടുക്കുക. ഏത് നിമിഷം വേണമെങ്കിലും ഒപ്പിട്ട് കൊടുക്കാമല്ലോ. എന്തുകൊണ്ട് പറ്റുന്നില്ല അവന്? എന്നെ ക്രിമിനൽ കേസിൽ അകത്താക്കിയിട്ട് എന്തോ കോടതി തന്നെ ഡിവോഴ്സ് തരാൻ വേണ്ടിയിട്ട്. കള്ളത്തരം പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ഇത് വേണം. എന്നിട്ട് കുറേ അവന്മാരെ അങ്ങോട്ട് പടച്ചു വിട്ടേക്കുവാ എൻ്റെ ഫേസ്ബുക്കിൻ്റെ അടിയിൽ കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട്. എന്താ എന്നെ മാനസികമായിട്ട് തകർക്കാമെന്ന് വിചാരിച്ചാ? ഒരു തകർച്ചയില്ല. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട എനിക്ക് എന്ത് തകരാനാ ഇനി? നിങ്ങൾക്ക് തകരാതിരിക്കാൻ നോക്കി. നിങ്ങൾക്കാണ് കുടുംബവും എല്ലാം ഉള്ളത്. എൻ്റെ മകനെ വരെ എൻ്റെ അടുത്ത് നിന്ന് അകറ്റിയിട്ട് പോലും ഞാൻ തകർന്നിട്ടില്ല. എൻ്റെ അമ്മയെ എൻ്റെ അടുത്ത് നിന്ന് അകറ്റി ആ ഒരു സ്ത്രീയെ വേദനിപ്പിച്ച് കൊന്നു കളഞ്ഞു. എന്നിട്ട് പോലും ഞാൻ തകർന്നിട്ടില്ല. പിന്നെയാണ് ഒരു പീറ കമന്റ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാനൊരു പെണ്ണാണ്, ഒറ്റയ്ക്ക് ജീവിക്കാൻ തൻ്റെ ഇടമുള്ളൊരു പെണ്ണ്. ഈ 2 വർഷമായിട്ട് ഞാൻ ഒറ്റയ്ക്ക്, എനിക്ക് 42 വയസ്സായി, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നുണ്ട്.
എൻ്റെ 8-9 വയസ്സിൽ എൻ്റെ അപ്പനും അമ്മയും സെപ്പറേറ്റ് ആയതാ. അന്നു മുതൽ തൻ്റെ ഇടത്തോടെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. ഒന്നും അറിഞ്ഞുകൂടാത്ത ഞാൻ ഇറാഖിൽ പോയിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ബോംബിൻ്റെ ഇടയിലെ ഞാൻ ജോലി, അവിടെ ഞാൻ ഒരുപാട് സഹിച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഫസ്റ്റ് മാരേജിലും ഞാൻ ഒരുപാട് 14-15 വർഷം ഞാൻ സഹിച്ച്. ഞാൻ ഡിവോഴ്സ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കുഞ്ഞിനെ അവിടെ കൊടുക്കണം എന്ന് പറഞ്ഞു. എൻ്റെ സ്ത്രീധനം ഒന്നും തിരികെ തരില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും ചോദിച്ചില്ല. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു ഭിന്നശേഷിക്കാരനെ ഞാൻ വിവാഹം കഴിച്ചിട്ട് അവിടെയും ഞാൻ 5 വർഷം കൊണ്ട് സഹിക്കുന്നുണ്ടെങ്കിൽ ഇനിയും നന്നായിട്ട് സഹിക്കാനായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഫേസ്ബുക്കിൻ്റെ അടിയിലോ യൂട്യൂബിലോ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെ ഓരോ വന്ന് വൃത്തികെട്ട എത്ര കമന്റ് ഇട്ടാലും എന്നെ ഒരു രീതിയിൽ തകർക്കാൻ പറ്റില്ല. അതൊക്കെ നീ മനസ്സിലാക്കി വെച്ചോ. നല്ല തൻ്റെയുള്ള അമ്മയ്ക്ക് പിറന്ന മോളാ ഞാൻ, അറിയോ? നല്ല തൻ്റെയുള്ള അമ്മയ്ക്ക്. അതുകൊണ്ട് ഒരുത്തന്മാരും വന്നിട്ട് ഇനി തോന്നിവാസം പറയാൻ നിൽക്കണ്ട. ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യാത്ത ഒരുത്തിയാ. പറയണ്ടെന്ന് കുറെ നാളുകൊണ്ട് ഞാൻ വിചാരിച്ചതാ. കുറെ ഒരു ഷിബു ജോർജ് എന്താ അവൻ ഒരു കേസ് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ പോലെ ആത്മഹത്യയൊക്കെ ചെയ്യാനായിട്ട് വിചാരിച്ച സമയങ്ങളുണ്ടായിരുന്നു. അത്രയേറെ ഈ മനുഷ്യനെ ഞാൻ സ്നേഹിച്ചത് കൊണ്ട്. എന്നിട്ടും അന്നത്തെ ദിവസം രാവിലെ വരെ എൻ്റെ പരിചരണത്തിൽ കഴിഞ്ഞിട്ട് എനിക്കെതിരെ പോയിട്ട് കള്ളക്കേസ് കൊടുത്തപ്പോൾ ഞാൻ തകർന്നു പോയിണ്ടായിരുന്നു. എന്നെ കോടതി തൂക്കി കൊല്ലൊന്നുമില്ലല്ലോ, അല്ലേ? ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ല. അവൻ്റെ കയ്യിൽ കുറേ പൈസ ഉണ്ട്, കുറേ രാഷ്ട്രീയക്കാരുണ്ടെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കയ്യിൽ ഞാനെന്ന മൈൻഡ് ഉണ്ട്, എൻ്റെ മനസ്സുണ്ട്, എൻ്റെ ശരീരമുണ്ട്. എനിക്ക് ഞാൻ മാത്രം മതി വിജയിക്കാൻ വേണ്ടിയിട്ട്. ഒരാളുടെ സപ്പോർട്ടും വേണ്ട. എൻ്റെ മനസ്സ് എൻ്റെ അടുത്തുനിന്ന് നഷ്ടപ്പെട്ടാൽ മാത്രമാണ് ഞാൻ തോറ്റു പോകുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും ഈ കാണിച്ചുകൊണ്ടിരിക്കണേന്ന് എനിക്കറിയാം. അത് വെറും വ്യാമോഹം മാത്രമാണ്. ഞാനിതൊക്കെ ചിരിച്ചുകൊണ്ട് തള്ളിക്കളയുന്ന ഒരാളാ. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിച്ച് എന്ന് വിചാരിച്ചിട്ട് അവരെ എന്തൊക്കെ പറഞ്ഞു, ചേർപ്പിലെ വെടിയാണ് അവള്, മറ്റതാ മറിച്ചതാ. അതേടാ, ഞാൻ എല്ലാമാണ്. ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല ഞാൻ ഭയങ്കര വലിയ ആളാണെന്നൊന്നും. നീയൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യാത്തൊരു സ്ത്രീയാ. നീനൊക്കെ എന്തൊക്കെ വേണമെങ്കിലും കാണിച്ചോ. ചിലപ്പോൾ നീയൊക്കെ എൻ്റെ പുറകെ കൂടെ വന്നിട്ട് കുത്തുമായിരിക്കും. അന്നാ ഞാൻ നിന്നെയൊക്കെ വിളിക്കും തന്തയ്ക്ക് പറക്കാത്തവന്മാരെന്ന്. എന്താ, നേർക്ക് നേരെ വന്ന് കളിക്കണം. പേടിയുള്ളവന്മാരെ ഇങ്ങനെ വന്ന് കാണിച്ചുകൊണ്ടിരിക്കണത്. ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ഗട്ട്സ് ഉണ്ട്. അവൾ ജീവിച്ചിരിക്കും മരണം വരെ. നീയൊക്കെ ഇങ്ങനെ കൊല്ലാൻ പറ്റുമെങ്കിൽ കൊന്നു കളഞ്ഞു, അപ്പോഴായിരിക്കും ആ സ്ത്രീ തോക്കുക. അല്ലാതെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പുരുഷനോ തോക്കാനായിട്ട് അവരുടെ മനസ്സ് അനുവദിക്കില്ല. നിന്നെ പോലുള്ള ചെറ്റകളാണ് അവരെ കൊല്ലാനായിട്ട് നോക്കണത്. നാണം കെട്ടവൻ. ഒരു കുറെ ദൈവത്തിന്റെ പടവും വെച്ചുള്ള ഒരു ഫേക്ക് ഐഡിയ കുറെ അങ്ങോട്ട് എടുത്ത് എന്നിട്ട് അങ്ങോട്ട് സ്ത്രീകളെ അങ്ങോട്ട് മോശം പറയാ. ഒരു സ്ത്രീയോ ഒരു പുരുഷനോ ജീവിതത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് കുറെ അവന്മാരെ സമ്മതിക്കില്ല, അല്ലെങ്കിൽ കുറെ അവളുമാരെ സമ്മതിക്കില്ല. ഇത് പറഞ്ഞിടന്ന് കുറെ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു.